Hey guys, welcome to Amma and Sid's YouTube channel. വെറും 14 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇത്. ഈ വീഡിയോൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിദ്ധും കൂടിയിട്ടുള്ള ഒരു ഡേ വ്ളോഗാണ്. കുറച്ച് ഷോപ്പിംഗ് ഈറ്റിംഗ് ഒക്കെ ആയിട്ട് നമ്മളുടെ ആദ്യത്തെ ഡേ ആയിട്ടെന്ന് വേണമെങ്കിൽ പറയാം അതിന്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് പുറത്ത് പോക്കുണ്ടെങ്കിൽ അത് സാധാരണ സിദ്ധിൻ്റെ പീഡിയാട്രീഷനെ കാണാൻ വേണ്ടിയിട്ടാവും. അത് ഞങ്ങൾക്ക് മാസത്തിലൊന്ന് നിർബന്ധമാണ്. ആ പോക്ക് ജലദോഷമായിട്ടോ ചുമയായിട്ടോ പനിയായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് വേണ്ടി എനിക്കും സിദ്ധിനും വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ദിവസം. അങ്ങനെ നമ്മളൊരു 10:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ബസ്സിൽ കയറി. അപ്പോൾ എൻ്റെ തൊട്ടടുത്തിരുന്ന ആൾ ഇറങ്ങിയപ്പോൾ സിദ്ധ അവിടെ ഇങ്ങനെ സീറ്റിൽ ഇറങ്ങി നിന്ന് നല്ല ജോളിയായിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ മണർക്കാട് എത്തിയപ്പോൾ അമ്മേനെ കണ്ടു. അമ്മ ജസ്റ്റ് അവിടെ ഒരു ആവശ്യത്തിന് വന്നായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സാമിയ സിൽക്സിൽ പോയി. അവിടെ പോയിട്ട് സിദ്ധിന് 1-2 മെറ്റീരിയലൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് ഞാനും ഒരു ഷർട്ട് കണ്ടിരുന്നു, എനിക്കിഷ്ടമായപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രയൽ ഔട്ട് ചെയ്തു. പിന്നെ എനിക്കിഷ്ടമായൊരു ഫ്രോക്കായിരുന്നു അത്, അതിൻ്റെ ജസ്റ്റ് ഒരു പിക്കൊക്കെ എടുത്തു. പിന്നെ സിദ്ധ അവിടെ ഇങ്ങനെ ഓടിക്കളിക്കുക തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തൊട്ടടുത്ത് ഉള്ള ഒരു ബേക്കറിയിലേക്ക് വന്നപ്പോൾ സിദ്ധപ്പൻ ആകെ പറയുന്നത് എനിക്ക് ഐസ്ക്രീം വേണം. പക്ഷേ അവന് ഈ കഫക്കെട്ടിൻ്റെ അസുഖമുള്ളതുകൊണ്ട് ഞാൻ ഐസ്ക്രീം ഒന്നും വാങ്ങിക്കൊടുത്തില്ല. പകരം അവന് കട്ട്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു കട്ട്ലേറ്റും പിന്നെ പാലും വെള്ളവും വാങ്ങിയവന്. പക്ഷേ പാലും വെള്ളം കുടിച്ചപ്പോൾ അവന് ആ കട്ട്ലേറ്റ് കഴിച്ചതിൻ്റെ ഒരു ലേശം എരിവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൻ പാലും വെള്ളം പിന്നെ അങ്ങനെ കുടിച്ചില്ല, വെള്ളം കൊണ്ടുവരുന്നുണ്ടായിരുന്നു, വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സുഡിയോയിലേക്ക് പോയി. സുഡിയോയിൽ പോയപ്പോൾ ഇതാണ് അവസ്ഥ. ഇവൻ ഉള്ള ഡ്രസ്സൊക്കെ എടുക്കുന്നു, നോക്കുന്നു, ഓടുന്നു, കണ്ണാടിയിൽ പോയിട്ട് ഭയങ്കര ഷോ കാണിക്കുന്നു. ആൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, കാരണം അത്രയും നല്ലൊരു സ്പേസ് ഇങ്ങനെ അവൾക്ക് കളിക്കാൻ വേണ്ടി കിട്ടിയിരിക്കുകയല്ലേ. അങ്ങനെ പിന്നെ എനിക്കിഷ്ടമായി 1-2 ഡ്രസ്സൊക്കെ ഞങ്ങൾ ജസ്റ്റ് ട്രയൽ ചെയ്തു. അവരും ഭയങ്കര ഹാപ്പിയായി. ഇത് ജസ്റ്റ് ഒരു ബിറ്റ് എടുത്താണ് കേട്ടോ, ഞാനും അവനും കൂടിയിട്ട് പോയതാണെന്നുള്ളതിൻ്റെ തെളിവാണല്ലോ, എന്നെ കാണുന്നില്ല എവിടെയെങ്കിലും. അങ്ങനെ ഞാൻ ബില്ലിങ് സെക്ഷനിലേക്ക് വന്നപ്പോൾ ഞാനവിടെ ബില്ല് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ സിദ്ധപ്പൻ അവിടെ നിന്ന് എന്തൊക്കെയോ എടുക്കുന്നു, കാണിക്കുന്നു, എനിക്ക് വേണ്ടി എടുത്ത് തരികയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു കുട്ടീനെ കണ്ടു. അപ്പോൾ അതിൻ്റെ അടുത്ത് ആ കുട്ടി എന്തൊക്കെയോ സംസാരിക്കുന്നു. അപ്പോൾ അവൻ ഞാൻ നോക്കിയിരിക്കുകയാണ്. പിന്നെ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുക, കളിക്കുക, അതിനെ തട്ടി താഴേക്കിടുക, ഞാൻ പെറുക്കി വയ്ക്കുക, അതൊക്കെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സമയം 1 മണിയായി നേരെ. അപ്പോൾ ഞങ്ങൾ അച്ചയൻസ് ഹോട്ടലുണ്ട് ഇവിടെ, അച്ചയൻസിലേക്ക് വന്നു. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ നമുക്ക് ഭക്ഷണം ഇലയിലാണ് തരിക. നല്ല ഒതൻറ്റിക് ഫീൽ ആയിരുന്നത്. അപ്പോൾ ഞാൻ ബിരിയാണി കഴിക്കണമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇവിടെ നിന്ന് പോയത്. പക്ഷേ സിദ്ധ് ബിരിയാണി കഴിക്കാത്തതുകൊണ്ട് ഞാൻ നെയ്ച്ചോറും ചില്ലി ചിക്കനും ഓർഡർ ചെയ്തത്, കറിയൊന്നും ഓർഡർ ചെയ്തില്ല, കാരണം ഞാൻ ഒരാളത് മൊത്തം കഴിക്കില്ല. അപ്പോൾ അങ്ങനെ അത് ഓർഡർ ചെയ്ത് സിദ്ധിന് കൊടുത്തു. സിദ്ധ് ഹാപ്പി ആയിട്ട് കഴിച്ചു കേട്ടോ. സാധാരണ അവനങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാത്ത ആളാണ്, പക്ഷേ ഇന്ന് കൊടുത്തപ്പോൾ ഹാപ്പിയായി കഴിച്ചു. ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു ഫാൻസിയിൽ കയറി ജസ്റ്റ് 1-2 സാധനങ്ങൾ നോക്കാണ്ടായിരുന്നല്ല, വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു കൂളിംഗ് ഗ്ലാസ് കണ്ടപ്പോൾ ജസ്റ്റ് സിദ്ധന് ഇങ്ങനെ ട്രയൽ ചെയ്ത് നോക്കിയായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് അവിടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവരോട് ഓടിക്കളിക്കൊക്കെ ആയിരുന്നു. ഈ ബലൂൺസൊക്കെ ആയിരുന്നു ഞാൻ മെയിനായിട്ട് നോക്കാൻ വന്നത്. ഞങ്ങളുടെ ഈ ഡേ ഔട്ടിൻ്റെ മെയിൻ ലക്ഷ്യം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സിദ്ധിൻ്റെ ബർത്ത്ഡേ വരികയാണ് ഈ മാസം 20-ാം തീയതി. അപ്പോൾ അവന് ഡ്രസ്സ് എടുക്കാനും കുറച്ച് ബലൂണ് സാധനങ്ങൾ അങ്ങനത്തെയൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്കപ്പോൾ അവിടെ കണ്ടപ്പോൾ ഇഷ്ടമായ കമ്മലും കുട്ടികളുടെ ബാംഗിൾസൊക്കെയാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചു തരുന്നത് ഇതിൽ. പിന്നെ മിറർ കണ്ടു കഴിഞ്ഞാൽ നമ്മളാരും വിടില്ലല്ലോ, ഞാനും ഒരു മിറർ സെൽഫിയൊക്കെ എടുത്തോടെ. അതിനിടയിൽ സിദ്ധ ആ കാറ് വേണമെന്ന് പറഞ്ഞ് കുറേ വാശി പിടിച്ച് കരഞ്ഞ് ലാസ്റ്റ് ഞാൻ അവൻ ആ കാറൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്കുള്ള ബസ്സിൽ കയറി ഒരു കാറ്റടിച്ചത് സിദ്ധപ്പൻ ഉറങ്ങി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. ടിൽ ദെൻ ബൈ.